പോലീസിന് അറിയാലോ. എന്തായാലും ഒരാളിൽ മാത്രം ഒതുങ്ങുന്നതാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഡിഷൻ നടക്കുന്ന വീട്ടിൽ വെച്ചാണ് എനിക്ക് സെഡേഷൻ നൽകപ്പെട്ടത്. അത് തെളിയിക്കുന്ന ബ്ലഡ് റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട്. അന്ന് അവിടെ വെച്ച് കണ്ട അധികമാരെയും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം എനിക്കിതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടുടമസ്ഥനെതിരായിട്ടാണ് എന്റെ ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് ആ സിനിമയുടെ പ്രൊഡ്യൂസർക്കെതിരെയും. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വന്നപ്പോ വീടിന്റെ ഓണറും പടത്തിന്റെ പ്രൊഡ്യൂസറും ഒരാളാണെന്ന് തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നമുള്ളേ? നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്തു, അതിലവൾക്ക് റോളില്ല. ഞാനൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്ന് വെച്ച് അവളൊരു സ്ട്രഗ്ലിംഗ് മോഡലാണ്. അവൾ അറിയപ്പെടുന്ന ഒരു മോഡൽ ആയതുകൊണ്ടാണ് ദേവികയെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയെന്നല്ലേ നരേഷ് പറഞ്ഞത്? അവളുടെ തൊലിവെളുപ്പ് കണ്ടാൽ അവളൊരു മോഡലാണെന്നൊക്കെ തോന്നും. പക്ഷെ അവൾ 1-2 ആഡ്സേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവൾ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല. പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. ഈ മീ ടു കേസിനെ പറ്റി അവൾ പറയുന്നത് പോലും ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവള് പറയുന്നതല്ലാതെ ആ ആർട്ടിസ്റ്റിനെതിരെ ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും കൊടുത്തിട്ടില്ല. മാത്രമല്ല ആ ആർട്ടിസ്റ്റിനെ പറ്റി മോശപ്പെട്ടതായി ഒന്നും കേട്ടിട്ട് പോലുമില്ല. വേറെ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല എന്ന് കരുതി ഈ മീറ്റു ഫേക്ക് ആവണമെന്നുണ്ടോ? ഈയിടെയായി പല കേസുകളിലും ചില മതപുരോഹിതന്മാർ പ്രതികളായിട്ടുണ്ട്. അവരെക്കുറിച്ച് വേറെ ആരും മോശമായി ചിത്രീകരിച്ചിട്ടുമില്ല. അപ്പോൾ നരേഷ് പറഞ്ഞതനുസരിച്ച് ഈ ക്രൈമുകളൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്നാണോ? ആ കേസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവൾക്ക് പലപ്പോഴും പല മൈൻഡാണ്. കോൺഷ്യസ്ലി തന്നെയാണോ അവൾ ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന് ആർക്കറിയാം? ഈ സിനിമയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ അവൾക്ക് നല്ല റോൾ കൊടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് അവളോട് പറഞ്ഞതുമാണ്. പക്ഷേ പ്രൊഡ്യൂസർ അവളുടെ പെർഫോമൻസ് വീഡിയോ കണ്ടപ്പോൾ ഒട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഓഡിഷൻ വഴി കാസ്റ്റിംഗ് നടത്താൻ തീരുമാനിച്ചത്. അവളായതുകൊണ്ടാ എനിക്ക് അവളെ നന്നായിട്ടറിയാം. അവള് എന്തോ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയും അവൾ ഉദ്ദേശിക്കുന്ന കാര്യം അവൾ നേടിയെടുത്തിരിക്കും.